നീ എന്ത് ചെയ്തേനെ? എന്താ സംശയം? സ്പോട്ടിൽ ആളെ തീർത്തേനെ. അവളെ പോലുള്ള നന്മമരങ്ങളുടെ പ്രശ്നം ഇതാ, ഒരു ലക്ഷ്യബോധം ഉണ്ടാവില്ല. ഇവരെ പോലുള്ളവര് നമ്മളോട് ഒരിക്കലും ജയിക്കാത്തതിന്റെ കാരണം ഇത് തന്നെയാ. ചെയ്യേണ്ട എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാമെങ്കിലും അത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അതിനിടയിൽ ന്യായവും സദാചാരവും ധർമ്മത്തെ പറ്റിയൊക്കെ ചിന്തിക്കും. ബുദ്ധിയുള്ളവര് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ലക്ഷ്യത്തിലേക്ക് നീങ്ങി ജയിക്കുകയും ചെയ്യും. ഡാഡി, വേറൊരു പ്രശ്നമുണ്ട്. ഇനിയും എന്താ പ്രശ്നം? ഗിരിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. അവന്റെ കൂടെയുള്ളവർ ഇത് തന്നെയല്ലേ ശങ്കരനും സംഭവിച്ചെന്ന് പറഞ്ഞു കാണും. സംശയം തോന്നുന്നത് സ്വാഭാവികമല്ലേ? ഈ ഒരു ഘട്ടത്തില് നാട്ടുകാരുടെ കൂടെ അവനും കൂടെ തിരിഞ്ഞാലേ പ്രശ്നം ഗുരുതരമാവും. അവന്റെ വിശ്വാസം നമ്മൾ എന്തായാലും തിരിച്ചു പിടിക്കണം. അതിനിപ്പോ എന്താ വഴി? നടന്ന സംഭവത്തിന് വേറെ ആരെയെങ്കിലും ഉത്തരവാദിയായി കാണിക്കല്ലേ നിവൃത്തിയുള്ളൂ. അതിന് പറ്റിയൊരാള് എന്റെ മനസ്സിലുണ്ട്. നീ എന്തായാലും ഗിരി എനിക്കൊന്ന് കാണണമെന്ന് പറ. ശരി ഡാഡി. നീ കൊന്നില്ലേടാ? അവൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് നീ കൊന്നില്ലേടാ? ഒരു കാലത്ത് നീ ഗുണം പിടിക്കൂലടാ. മരിച്ച ജസ്റ്റിന്റെ അമ്മേ, നിന്റെ അച്ഛനെ പോലെ നീ നാട്ടുകാരെ കൊല്ലം ഇറങ്ങി തിരിച്ചിരിക്കുവാണോടാ? തള്ളേ, ഞങ്ങളുടെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ പ്രായമൊന്നും ഞാൻ നോക്കില്ല. നല്ല തല്ല് കിട്ടും. മകൻ മരിച്ച ഷോക്കിലാണ് ആ പാവം. വേറൊന്നും തോന്നരുത്. ഇനി ആ സ്ത്രീ പറഞ്ഞതുപോലെ നിനക്ക് ഈ ദുരന്തത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോടാ? അല്ല, ഭാര്യ ഗർഭിണിയായതുകൊണ്ട് നിനക്ക് ചെലവൊക്കെ കൂടി കാണുമല്ലോ. അപ്പൊ ബാറിൽ എന്തെങ്കിലും തീരുമാനം നടത്തി 4 കാശ് സമ്പാദിക്കാൻ നോക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷേ എന്റെ അച്ഛൻ എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചത്. ആ ശരിയാ,